ലോക സിനിമ നേടിയ അത്ഭുത വിജയവുമായി ബന്ധപ്പെട്ട് വളരെ കോൺട്രവേഴ്സ്യൽ എന്നോ അല്ലെങ്കിൽ വളരെ തമാശയെന്നോ അല്ലെങ്കിൽ വളരെ അധപ്പതിച്ചതെന്നോ ആയ ഒരു പ്രസ്താവന, അതായത് ആ സിനിമയുടെ ക്രെഡിറ്റ് എടുക്കലുമായി ബന്ധപ്പെട്ട് ഇന്നലെ റീമ കല്ലിങ്കൽ നടത്തുകയുണ്ടായി. അത് കേട്ട സമയത്ത് വളരെ തമാശയായിട്ടാണ് തോന്നിയത്. കാരണം WCC പോലൊരു സംഘടനയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരു ലേഡി, അവർ നല്ലൊരു അഭിനേതാവാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇവിടെ ഈ കാര്യത്തിൽ അതിപ്പോൾ WCCയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളോ അതിന്റെ പ്രസക്തി ഒന്നും പറയുന്നില്ല. മറിച്ച് റീമ കല്ലിങ്കൽ ഇന്നലെ ലോക സിനിമയുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാവാനുള്ള സ്പേസ് ഉണ്ടാക്കിയത് ഞങ്ങളാണ്, ഞങ്ങൾ മീൻസ് WCC ആണെന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് എല്ലാവർക്കും ഒരേപോലെ പുച്ഛിച്ച് തള്ളാൻ തോന്നിയൊരു പ്രസ്താവനയായിട്ടാണ് തോന്നിയത്. കാരണം WCCയുടെ പ്രസക്തി മറ്റൊരു ഭാഗത്താണ്. ലോക സിനിമയുടെ നിർമ്മാണമോ അതിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ഒരു സംഘടനയ്ക്കും ഒരു ക്രെഡിറ്റുമില്ല. അതിന്റെ എല്ലാ ക്രെഡിറ്റും അതിന്റെ സംവിധായകനും എഴുത്തുകാർക്കും നിർമ്മാതാവിനും ഉൾപ്പെടെ എല്ലാവർക്കുമാണ്. WCC എന്തിനു രൂപപ്പെട്ടോ അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറിയോ അവർ നേരായ വഴിയിലാണോ യാത്ര തുടരുന്നത്, ഇതൊക്കെ വേറെ കാര്യങ്ങളാണ്. അതിനെ എങ്ങനെയാണ് ലോക സിനിമയുമായി കൂട്ടിച്ചേർക്കുക? ഇന്നലെ വിജയബാബു തന്നെ അതിന് കൃത്യമായൊരു മറുപടി സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ കൊടുത്തു കഴിഞ്ഞു. അത് വളരെ കൃത്യമായൊരു മറുപടിയുമാണ്. കാരണം കേരളത്തിൽ ആദ്യമായല്ല സ്ത്രീപക്ഷ സിനിമകൾ അല്ലെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ സംഭവിക്കുന്നത്. അത് വലിയ വിജയമാകുന്നതും ആദ്യമല്ല. കാരണം നമ്മുടെ മലയാളത്തിൽ സ്ത്രീകളായ സംവിധായകരുണ്ടായിട്ടുണ്ട്, എഴുത്തുകാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് നായികമാരെ കേന്ദ്രീകരിച്ചുള്ള വലിയ വലിയ കൊമേഴ്സ്യൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ അംഗീകാരങ്ങൾ നേടിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇവയൊന്നും ഒരു ക്രെഡിറ്റും ഒരു സംഘടനയും അല്ലെങ്കിൽ ഒരു സംഘടന നേതാവും ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കാൻ ശ്രമിച്ചാലായിട്ട് കൊടുക്കത്തുമില്ല. അതിന്റെ യുക്തി വളരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യപ്പെടും. ലോക സിനിമയിൽ കല്യാണി പ്രിയദർശൻ നായികയായതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ എഴുത്തുകാരി ശാന്തി ആയതുകൊണ്ട് അത് ഒരു ഫെമിനിസ്റ്റ് സിനിമയാണ് എന്ന് പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് അതിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയ്ക്കുള്ള സ്പേസ് ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് പറയുന്നത് വളരെ വളരെ ബാലിശമായിട്ടുള്ളൊരു ക്രെഡിറ്റ് എടുക്കലായിപ്പോയി. കാരണം WCC സംഘടന ഫോം ചെയ്ത സമയത്ത് തന്നെ അതിന്റെ പ്രസക്തി എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വളരെയധികം സാംസ്കാരിക മേഖലയിലുള്ളവരും രാഷ്ട്രീയ മേഖലയിലുള്ളവരും എല്ലാവരും മുന്നിൽ നിന്നതാണ്. അങ്ങനെ ഒരു സംഘടനയുടെ തലപ്പത്തൊക്കെ നിൽക്കുന്ന ഒരു ആൾ ഇത്തരത്തിലുള്ള വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്തായാലും വളരെ മോശമായിപ്പോയി. ലോക സിനിമ നൽകുന്ന ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് ആ സിനിമ വിജയിച്ചത്. അതിൽ ആര് നായിക ആര് നായകൻ എന്നൊക്കെ ഉള്ളത് ഇറലവൻ്റ് ആയിരുന്നു. കാരണം ആ സിനിമ നൽകുന്ന വിഷ്വൽ ബ്യൂട്ടിയാണ് തിയേറ്ററിൽ പ്രേക്ഷകർ സ്വീകരിച്ചത്. നാളെ ആര് നായികയായി വന്നാലും ആര് നായകനായി വന്നാലും അത്തരത്തിലൊരു സിനിമ വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടും. കാരണം പ്രേക്ഷകനെ സംബന്ധിച്ച് അവൻ കൊടുക്കുന്ന പൈസ മുതലാവുന്ന, അവനൊരു വണ്ടർ മൊമെന്റ് സമ്മാനിക്കുന്ന, വിഷ്വൽ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ പോയി വീണ്ടും വീണ്ടും കാണും. അത് കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം പോയി ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് മലയാള സിനിമാ പ്രേക്ഷകർ. അവരെ ബ്രാക്കറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സൃഷ്ടി ഉണ്ടാക്കുന്നത് ഞങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടായത് ഞങ്ങൾ കാരണമാണ് എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. കാരണം